ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ കോഴിക്കോട് DD ഓഫീസിൽ KSU പ്രതിഷേധം നടത്തി അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിൻ്റെ ദൃശ്യമാണ് സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഓഫീസിൻ്റെ പേര് KSU പ്രവർത്തകർ വിദ്യാഭ്യാസ കച്ചവടം എന്നാക്കി മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. സമീർ സി മുഹമ്മദ് കൂടി ചേരുന്നു. സമീർ, സമാധാനപരമായിരുന്നു അവരുടെ പ്രതിഷേധം? അല്പസമയം മുമ്പാണ് ഈ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധവുമായി എത്തിയത്. വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയം ഉപരോധിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന DD ഓഫീസിന് മുമ്പിൽ മറ്റൊരു ബോർഡ് കൂടി അവർ സ്ഥാപിച്ചു. വിദ്യാഭ്യാസ കച്ചവട കേന്ദ്രം എന്നുള്ള ഒരു ബോർഡ് സ്ഥാപിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധക്കാരെയാണ് ഇപ്പോൾ പോലീസ് എത്തിക്കൊണ്ട് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ഉൾപ്പെടെയുള്ള 10ഓളം പ്രവർത്തകരാണ് ഇവിടെ പ്രതിഷേധിച്ചിരുന്നത്. സമാധാനപരമായിട്ട് തന്നെയായിരുന്നു പ്രതിഷേധം. എന്നാൽ അവർ ഇത്തരത്തിലുള്ള ഒരു ബോർഡ് സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ എത്തുന്ന വേളയിൽ അതിൻ്റെ കവാടത്തിൽ കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രതിഷേധവുമാണ് നടത്തിയത്. ആ ഒരു വേളയിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് പോലീസ് എത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. സമീപ നാളുകളിൽ വലിയ ചർച്ചയായ വിവാദമാണ് ചോദ്യപേപ്പർ ചോർച്ച. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുമുണ്ട്. ഇതുവരെയും പ്രതികളിലേക്ക് എത്താനോ അവരെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. ഈ വേളയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഈ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആരോപണമാണ് KSU ഉന്നയിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയം ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ എത്തിയത്. ഏതായാലും വിദ്യാർത്ഥികളെ ഇപ്പോൾ പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഖസബ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു.